പിന്നെ ഫസീനെ പോലും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കളറിപ്പയറ്റ് വെച്ചിട്ടായിരുന്നു. ഈശയുടെ പിന്നാലെ ഓടുന്ന വേറൊരു ചെറിയ കുട്ടി എന്നാണ് ഞാൻ വിചാരിച്ചത്. സോ ഞാനും എന്റെ കൂടെ മീനു നിങ്ങൾക്ക് അറിയാം, മീൻ ചേച്ചിയും കൂടെ ഞാൻ ചോദിച്ചു, ചേച്ചി ഈ കുട്ടി ആരാ ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഈ കുട്ടി ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മ വരുന്നില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുട്ടിയെന്നാ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഫസിയുടെ പേര് വേറെ എന്തോന്നാ വിചാരിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഫസി ഈശയുടെ സിസ്റ്റർ അല്ലാന്നും അമ്മയാണെന്നും. ഞാൻ ഞെട്ടി. പിന്നെ വെച്ചു, ഓ ചുമ്മാ ഷോ കാണിക്കണ, ബോയ്ക്കട്ടൊക്കെ അടിക്കണമെന്ന് വിചാരിച്ചു. എവറി എന്താ പറയാ കുനിഷ്ടുണ്ടാവുമല്ലോ, ആ ഒരു കുനിഷ്ട് എനിക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ഫസി വന്ന് സംസാരിച്ചു. ഞാൻ ചുമ്മാ ഷോ കാണിക്കണോ ഈ കുട്ടി എന്ന് പറഞ്ഞ് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്റെ മീൻ ചേച്ചി പറഞ്ഞു, നമുക്ക് ഫസിയുടെ ഫിറ്റ്നസ് സെന്ററിലേക്ക് പോവാം. ഫിറ്റ്നസ്സാ, ആരെ ഫസി ചോദിച്ചു. അപ്പോഴെനിക്ക് ഫസിയുടെ പേര് ഫസിയാണെന്നേ അറിഞ്ഞിട്ടില്ല. വേറെ എന്തായിരുന്നു, എന്തോ എനിക്ക് ഓർമ്മയില്ല, എന്തോ വേറെ പേരായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് മീൻ ചേച്ചി പറഞ്ഞത്, ഇങ്ങനെ മീൻ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് എവിടെയോ ഉത്തരാഖണ്ഡ് എവിടെയോ നിങ്ങൾ പോയിട്ടുണ്ടെന്ന്. ഓ അതെയോ. ഞാൻ അഗൈൻ ക്യൂരിയോസിറ്റി കിൽസ് ദ കാറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഇൻസ്റ്റാഗ്രാം വീണ്ടും തുറന്നു നോക്കിയപ്പോ ബൈക്ക് ഓട്ടിക്കണു. ഒരു അസൂയ. എന്നിട്ട് ശരി ജാടയായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങ് ഞാൻ അത്ര സംസാരിക്കാനൊന്നും പോയില്ല. മീൻ ചേച്ചി വലിച്ചോണ്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ വലിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ വാ നമുക്ക് ചുമ്മാ പോയി ജുംബ ചെയ്തിട്ട് വരാം, അവിടെ കളറിപ്പയറ്റിൽ വെറുതെ ഇരിക്കേണ്ട പകരം. എന്നെ മോള് 5:30 വൈകുന്നേരം പോവാ. അപ്പൊ അവിടെ വെറുതെ നീ കാറിലിരിക്കണം, നീ ഇവിടെ വാ, നീ ഒന്ന് വന്ന് ചുമ്മാ നോക്ക് എന്ന് പറഞ്ഞു. വന്നു. അവിടുന്ന് ഒരു മോർ ദാൻ എ ട്രെയിനർ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആ സ്റ്റാർട്ട് ആയത്. I know tomorrow if I'm in trouble, she's going to be there for me. എനിക്ക് എന്ത് വന്നാലും she's going to have a solution. And more than anything ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എന്താ പറയാ, you can go to any heights in